ഇനി നമ്മളൊരു പ്രത്യേക കലാരൂപം തേടി ദുബായ് വരെ പോവുകയാണ്. ഒരു കാലത്ത് മലബാറിലെ കല്യാണ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു മുട്ടിപ്പാട്ടുകൾ. കല്യാണ വീടുകളെ ആഘോഷഭരിതമാക്കുന്ന ആ സംഘം 90കളുടെ തുടക്കത്തോടെ പതിയെ അരങ്ങൊഴിയുകയായിരുന്നു. എന്നാൽ ഇന്ന് പുതുതലമുറ ആ പഴയ കാലത്തെ വീണ്ടെടുക്കുകയാണ്. മുട്ടിപ്പാട്ടിന്റെ മനോഹാരിത പ്രവാസ ലോകത്തെത്തിക്കുന്ന ദർവേഷ് മുട്ടിപ്പാട്ട് സംഘത്തിനെ തേടി ദുബായിലെ ഒരു സംഗീത വീട്ടിലേക്കാണ് അരുൺ പാറാട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മളൊരു സംഗീത യാത്രയാണ് നടത്താൻ പോകുന്നത്. ദുബായിലൊരു വീടുണ്ട്. ഒട്ടുമിക്ക രാത്രികളിലും സംഗീത സാന്ദ്രമാകാറുള്ള ഒരു വീട്. കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു കലാകാരന്മാർ ദുബായിലെത്തിയാൽ ഒരു ദിവസമെങ്കിലും ഈ വീട് സന്ദർശിക്കാതെ മടങ്ങാറില്ല. അത്രയധികം കലാകാരന്മാരെ നെഞ്ചേറ്റുന്ന ഒരു വീടാണ്. യുഎയിലെ കലാകാരന്മാരുടെ ഒരു ആശ്രയ കേന്ദ്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വീട്ടിൽ ഇന്ന് നമ്മളെ കാത്ത് ഒരു സംഘം കലാകാരന്മാർ, വ്യത്യസ്തരായ കലാകാരന്മാർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ പോയാലോ? ആ വീട് ഏതാണെന്നുള്ള സംശയം ആദ്യം തീർക്കാം. മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള ഷംസുദ്ദീൻ നെല്ലറയുടെ വീടാണത്. വർഷങ്ങളായി ഇവിടെയുള്ള പ്രവാസി കലാകാരന്മാർക്ക് തന്നെ കൊണ്ടാവും വിധമുള്ള സഹായവും പിന്തുണയും നൽകി കൂടെ നിൽക്കുന്ന വ്യത്യസ്തനായ ആ മനുഷ്യന്റെ വീട്. അവിടേക്കാണ് പോകുന്നത്. നമ്മളിത് ഞാൻ ആ പറഞ്ഞ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഉള്ളിൽ നിന്ന് ഇപ്പോഴേ മനോഹരമായ പാട്ടുകൾ ഇപ്പോഴേ കേൾക്കുന്നുണ്ട്. ബാപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാട്ടുകാർ. നമ്മുടെ നാടിൻ്റെ സ്വന്തം മുട്ടിപ്പാടിനെ പ്രവാസ ലോകത്തെത്തി സജീവമാക്കുന്നവർ. ഇതാ ഈ കാണുന്ന ആളാണ് റമീസ്. ഇതാണ് ഈ സംഘത്തിൻ്റെ തലവൻ. ഇവരുടെ വിശേഷങ്ങൾ കാണാം. ഇനി മുട്ടിപ്പാട്ട് എന്താണെന്ന് പറയാം. ഒരു 10, 50, 60 വർഷം പുറകിലേക്ക് പോകണം. മലബാർ ഭാഗത്തൊക്കെ അന്ന് രാത്രിയാണ് കല്യാണം നടക്കുക. അങ്ങനെ കല്യാണ വേദികളെ സജീവമാക്കാനായി വട്ടപ്പാട്ട് പാടുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. പിന്നീട് ഈ വട്ടപ്പാട്ട് സംഗീത ഉപകരണങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മുട്ടിപ്പാട്ടായി മാറിയത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. തമിഴ് പുലവന്മാരുടേതുൾപ്പെടെയുള്ള പാട്ടുകളായിരുന്നു ഇവർ അന്ന് വട്ടപ്പാട്ടിൽ സംഘം ചേർന്ന് പാടിയിരുന്നത്. പിന്നീട് കല്യാണ വേദികളിൽ മുട്ടിപ്പാട്ട് സജീവമായി. 1960, 70കളിലായിരുന്നു മുട്ടിപ്പാട്ട് അതിൻ്റെ പാരമ്യത്തിലെത്തിയത്. മോയിൻകുട്ടി വൈദ്യർ, ഇച്ചമസ്താൻ, പുലിക്കോട്ടിൽ ഹൈദർ എന്നിവരുടെ പാട്ടുകളായിരുന്നു അന്ന് പ്രധാനമായും ഇവർ പാടിയിരുന്നത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുട്ടിപ്പാട്ട് സംഘങ്ങൾ വരെ ഉണ്ടായിരുന്നു അത്രേ. ഈ മുട്ടിപ്പാട്ട് സംഘങ്ങളുടെ സമയമനുസരിച്ച് കല്യാണം വരെ തീരുമാനിച്ചിരുന്ന കാലഘട്ടം ഒരു കാലത്ത് മലബാറിലുണ്ടായിരുന്നു. അത്രയധികം പ്രധാനമായിരുന്നു ഓരോ കല്യാണ വീട്ടിലും ഈ മുട്ടിപ്പാട്ടുകാർ. പിന്നീട് ആ രാത്രി കല്യാണങ്ങൾ പകൽ കല്യാണങ്ങളിലേക്ക് മാറി. 90കളായപ്പോഴേക്ക് ആ സംഘങ്ങൾ പതിയെ ഈ വേദികളിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ പുതിയ തലമുറ ആ പാട്ടുകളെയും ആ മനോഹര നിമിഷങ്ങളെയും ഇത്തരത്തിൽ മുറുകെ പിടിക്കുകയാണ്, തിരികെ കൊണ്ടുവരികയാണ് ഈ പ്രവാസ ലോകത്തടക്കം. സത്യം പറഞ്ഞാൽ ഇത് തുടക്കം ഞങ്ങളൊരു ഒത്തുകൂടൽ മാത്രമായിരുന്നു. മുട്ടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഒത്തുകൂടൽ മാത്രമായിരുന്നു. ഞങ്ങളെ വീക്കെൻഡുകൾ ഒത്തുകൂടൽ മാത്രമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒരു ടിക്ടോക്ക് അതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി ഞങ്ങൾക്ക് പ്രോഗ്രാമുകൾ വന്നു തുടങ്ങി. അതിനുശേഷം ഒന്നും കൂടെ ടീമിനെ ഒന്നും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് പുതിയ ലെവലിലോട്ട് എത്തിച്ചു. പിന്നെ ഞങ്ങൾ ഒട്ടുമിക്ക ആഴ്ചകളിലും ഇവിടെ തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് വെക്കാറ്. അതിനുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഷംസൊക്കെ തരാറുണ്ട്. നമ്മുടെ ടീമിൽ ഒരു 15 പേരോളം ഉണ്ട്. തുടക്കത്തിൽ ഒരു 5-6 പേരാണ് ഉണ്ടായിരുന്നത്.
നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2020-21 സമയത്ത് നമ്മൾ നാട്ടിൽ ആദ്യം നമ്മൾ നിലവിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വെച്ചിട്ട് ഇവിടെ മാപ്പിള കല സജീവമായിരുന്നു. നമ്മൾ ചെറിയ ദഫ് കോൽക്കളി പിന്നെ അത് മുട്ടിപ്പാട്ടിൽ തന്നെ നമ്മൾ കൈകൊട്ടിയിട്ടും ഒക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്തിരുന്ന ഡ്രമ്മ് അതുപോലെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ നാട്ടിൽ നിന്ന് ജോലി ആവർത്തി ഇവിടെ തിരിച്ചെത്തിയപ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ വന്ന സമയത്ത് അതൊക്കെ ഇവിടെ എത്തിച്ച് ഓരോ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ച് സജീവമായി. നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒട്ടുമിക്ക പ്രോഗ്രാമിൽ നമ്മുടെ റിക്വസ്റ്റ് ചെയ്യൽ കത്തുപാട്ടുകൾ അങ്ങനത്തെ ഒക്കെ അവർക്ക് ഒരു പ്രവാസ ജീവിതത്തിൽ വന്ന് എവിടെ പോയാലും ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കത്തുപാട്ടുകളൊക്കെ പാടും. അതൊക്കെ അത്തരം പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പഴയ മാപ്പിള പാട്ടുകൾ ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിച്ച അത്തരം പാട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഇത്ര അടിപൊളി ടീമിനെ കിട്ടിയിട്ട് ഇവരുടെ ഒപ്പം കൂടാഞ്ഞാൽ അതൊരു മോശമാവില്ലേ? ഇന്ന് UAE മിക്ക വേദികളിലും സജീവ സാന്നിധ്യമാണ് ഈ സംഘം. കേരളത്തിൻ്റെ പഴമയെ ഇവിടെ പ്രവാസ ലോകത്ത് എത്തിക്കുകയാണ് ഇവർ. ഒരു കല്യാണ വീട്ടിൽ പോയി മടങ്ങുന്ന ഫീലാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24. അതിൽ അടിപൊളിയായി കൂട്ടായ്മയുടെ ഒരു ആഘോഷം, ഒരു ഊർജ്ജമൊക്കെ ആ പാട്ടിനുണ്ട്. ഏതായാലും മുമ്പ് കൈവിട്ടു പോയൊരു പാട്ടിനെ, ഒരു കലയെ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ വളരെ പ്രിയം ആ പാട്ടിന്. നമ്മുടെ നാട്ടിലും കല്യാണ വീടുകളിൽ സജീവമാകട്ടെ പാട്ടുകൾ. മുട്ടിപ്പാട്ട് ഇനി നമുക്കും ആസ്വദിക്കാനാവട്ടെ.